നമസ്കാരം, ന്യൂസ് റിപ്പോർട്ടർ കേരളയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഹൈക്കമാൻഡ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി ഒരു ചർച്ച നടത്തിയത്. കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റും എന്ന തരത്തിലുള്ള വാർത്തകൾ പരന്നിരുന്നു. എന്നാൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട യാതൊരു ചർച്ചകളും ഹൈക്കമാൻഡിന് മുമ്പിൽ വന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റാതിരുന്നത്? അതിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട്. എന്തായാലും അത്തരം ചർച്ചകളിലേക്കൊന്നും ഹൈക്കമാൻഡ് കടന്നില്ല. മാത്രമല്ല, കെ സുധാകരനെ മാറ്റാൻ തൽക്കാലം ഒരു ആലോചന ഹൈക്കമാൻഡിന് മുന്നിൽ ഇല്ല എന്ന വിവരം കൂടി പുറത്തു വരികയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതുവിധേനയും UDF കേരളം പിടിക്കണം എന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്നത്. കെ സുധാകരനെ സംബന്ധിച്ച് കേരളത്തിലെ ശക്തനായ ഒരു നേതാവാണ്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹം വരുന്നതിന് മുൻപ് കേരളത്തിലെ കോൺഗ്രസ് മൊത്തത്തിൽ ഒരു ഉണർവില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. എന്നാൽ കെ സുധാകരൻ KPCC അധ്യക്ഷനായ ശേഷം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ഊർജം ലഭിച്ചു. പ്രത്യേകിച്ച് പിണറായി വിജയനെതിരെ ശക്തമായ ഭാഷയിൽ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിൽ ഒരു തരത്തിലും മടികാട്ടാത്ത നേതാവാണ് കെ സുധാകരൻ. പ്രതിപക്ഷ നേതാവിനേക്കാൾ ഒരുപടി കടന്ന് സർക്കാരിനെയും പിണറായി വിജയനെയും വിമർശിക്കാൻ കെ സുധാകരൻ എല്ലാ കാലത്തും ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കെ സുധാകരന് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ആവേശോജ്വലമായ ഒരു സ്വീകാര്യതയുണ്ട്. മാത്രമല്ല, കെ സുധാകരൻ അധ്യക്ഷനായ ശേഷം കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ ചേലക്കര ഒഴികെയുള്ള മറ്റ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് വലിയ വിജയം നേടാൻ കഴിഞ്ഞു എന്നതും കെ സുധാകരന് അനുകൂലമായ ഒരു ഘടകമാണ്. അങ്ങനെ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് കെ സുധാകരനെ മാറ്റേണ്ട ആവശ്യകത എന്നത് ചോദ്യമായി തന്നെ നിലനിൽക്കുകയാണ്. പല പ്രവർത്തകരും കെ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ അവർ പ്രകോപിതരായി. അവർ പറഞ്ഞു, എന്തിനാണ് കെ സുധാകരനെ ഈ ഒരു അവസ്ഥയിൽ മാറ്റുന്നത്? അദ്ദേഹം നല്ലൊരു നേതാവാണ്. കോൺഗ്രസ് പാർട്ടിയെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്നതിൽ അദ്ദേഹത്തിന് നേതൃപാടവമുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ഹൈക്കമാൻഡ് ഇവിടെ പരിഗണിച്ചത് മുതിർന്ന നേതാക്കൾക്കിടയിൽ ഉണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ്. പ്രത്യേകിച്ച് VD സതീശനും കെ സുധാകരനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പരിഗണനയ്ക്ക് വന്നു. പക്ഷേ അത് ഏതു പാർട്ടിയിലുമുള്ള പോലെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമാണ്. CPMലേക്ക് വരികയാണെങ്കിൽ CPMൽ അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമില്ല. കോൺഗ്രസ് ഒരു വലിയ ജനാധിപത്യ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് അത് മാധ്യമങ്ങൾ ആഘോഷമാക്കുന്നു. ആ അഭിപ്രായ വ്യത്യാസത്തിനപ്പുറം മറ്റ് വിയോജിപ്പുകളൊന്നും തന്നെ മുതിർന്ന നേതാക്കൾക്കിടയിലില്ല. ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്ന സാഹചര്യത്തിലും മറ്റ് തെരഞ്ഞെടുപ്പുകൾ വരുന്ന സാഹചര്യത്തിലും നോക്കൂ, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ UDFലെ എല്ലാ നേതാക്കളും ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പുകളെ ശക്തമായി നേരിടാൻ ശ്രമിക്കുന്നു. അങ്ങനെ ശക്തമായി ഒറ്റക്കെട്ടായി അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഒന്നിച്ച് ചുമതലകൾ ഏറ്റെടുത്ത് തെരഞ്ഞെടുപ്പുകളെ നേരിടുന്നത് കൊണ്ട് തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ പാലക്കാട് എടുത്തു നോക്കുക. മാത്രമല്ല, അവിടെ വലിയ വിജയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേടാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത്തരം ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ വലിയ വിജയം നേടാൻ കോൺഗ്രസിന് കഴിയുന്നു, UDFന് കഴിയുന്നു. അത് കെ സുധാകരൻ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. കെ സുധാകരന് മാത്രം ക്രെഡിറ്റ് കൊടുക്കാൻ കഴിയില്ല എങ്കിൽ പോലും കെ സുധാകരന്റെ നേതൃത്വം വലിയ രീതിയിൽ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കെ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഈ ഒരു സമയത്ത് മാറ്റുന്നത് പാർട്ടിയെ ദോഷമായി ബാധിക്കും എന്ന ഒരു കണക്കുകൂട്ടലിൽ ഹൈക്കമാൻഡ് എത്തുകയായിരുന്നു. അങ്ങനെ കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തൽക്കാലം മാറ്റേണ്ടതില്ല എന്ന തീരുമാനത്തിൽ ഹൈക്കമാൻഡ് എത്തി. അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഡൽഹിയിൽ ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട് നടന്ന ആ ചർച്ചയിൽ ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല, കെ സുധാകരനെ സഹായിക്കുന്നതിന് വേണ്ടി ചില ചുമതലകൾ ചില നേതാക്കൾക്ക് നൽകും എന്നത് മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പ്രധാനമായിട്ടും രാഹുൽ ഗാന്ധി പറഞ്ഞത് നേതാക്കൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം പരിഹരിക്കണം എന്നതാണ്. മറ്റൊന്ന്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതുവിധേനയും UDF അധികാരം പിടിച്ചെടുക്കണം. അതിനുവേണ്ടി കഠിനമായി പ്രയത്നിക്കണമെന്ന് UDFലെ മുതിർന്ന നേതാക്കൾക്ക്, കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് രാഹുൽ ഗാന്ധി നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ്
അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ പ്രവർത്തിക്കാൻ ഒരുക്കമാണ് എന്ന് രാഹുൽ ഗാന്ധിയെയും ഹൈക്കമാൻഡിനെയും അറിയിച്ചുകൊണ്ട് ഡൽഹിയിൽ നിന്ന് മടങ്ങിയത്. അങ്ങനെ കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന ചർച്ചകൾക്ക് തൽക്കാലം വിരാമമായിരിക്കുകയാണ്.